നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അദ്ദേഹം എല്ലാം കാണുന്നുണ്ടാവും. തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ. മോളി കാര്യം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് വീട്ടിലുള്ളവരോട്. അവര് വെറുതെ വിഷമിക്കും. ശരി സർ. മഞ്ജു മാഡം, ഒരു സെൽഫി എടുത്തോട്ടെ. മാഡം ഇപ്പൊ വലിയൊരു സെലിബ്രിറ്റി ആയില്ലേ? ഗിരിയെ എതിർക്കാൻ ധൈര്യം കാണിച്ച പോലീസല്ലേ? പെണ്ണാണെങ്കിൽ എന്താ, ഗിരിയുടെ നേർക്ക് നേരെ നിന്ന് കണ്ണി തന്നെ പണി കൊടുത്തില്ലേ? അതാണ് മാസ്. പിന്നെ സംഗതി മാസൊക്കെ ആണെങ്കിലും തിരിച്ചൊരു പണി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഗിരിക്കല്ലെങ്കിലേ പോലീസുകാരെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇതിപ്പോ അവന് പ്രതികരിക്കാൻ ഒരു കാരണം കൊടുത്ത പോലെയായി. ഇനിയെങ്ങാനും മഞ്ജുന്റെ ഭാഗ്യത്തിന് അവൻ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഈ നാട്ടിൽ അവൻ പറയുന്നത് കേട്ട് തല്ലാനും കൊല്ലാനും നിൽക്കുന്ന കുറെ എണ്ണമുണ്ട്. അവരാരും അടങ്ങിയിരിക്കില്ല. മഞ്ജു മാഡത്തിന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. പിന്നെ മഞ്ജു എന്ത് സംഭവിച്ചാലും കുലുങ്ങാതെ നിൽക്കുന്ന ടൈപ്പായതുകൊണ്ട് കുഴപ്പമില്ല. മാധവൻ സാറിന്റെ മോളല്ലേ, ആ ധൈര്യം കാണിക്കാതിരിക്കോ? ഞാൻ ഇറങ്ങട്ടെ ആന്റി? ഗിരിക്ക് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. കൃത്യസമയത്ത് ശാലിനി അവിടെ എത്തിയത് നന്നായി. മോളെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ കാത്തു നിൽക്കണ്ട. എനിക്ക് വരണമെന്ന് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല ആന്റി, ഗിരിക്കതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. എന്നോട് ഇങ്ങോട്ട് എപ്പോഴും വരരുതെന്ന് ഗിരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൻ പറയുന്നൊന്നും മോള് കേൾക്കാൻ നിൽക്കണ്ട. ഇത് എന്റെയും കൂടെ വീടാ. മോക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ശാലിനി നേരെ വീട്ടിലേക്കാണോ? അല്ല, പോകുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ചേട്ടനും മഞ്ജുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? അവര് തമ്മിൽ ഒന്നുമില്ലാന്ന് ഇപ്പോഴെനിക്ക് ഉറപ്പായത്. ഇഷ്ടമുള്ളൊരു ചെക്കന്റെ മുഖത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് കുരുമുളക് സ്പ്രേ അടിക്കൂ? ഓ, അതൊക്കെ അവര് ശാലിനിയെ കാണിക്കാൻ നടത്തിയ നാടകമായിരിക്കും. പിന്നെ കണ്ണില് കുരുമുളക് പൊടി ഇട്ടിട്ടല്ലേ നാടകം കളിക്കുന്നത്? എന്റെ അമ്മേ, 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 ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. അവര് തമ്മിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ചേട്ടൻ എന്തിനാ നകുലിനെ അടിച്ചത്? ദേ, അവൻ അവിടെ വന്ന് ക്ഷീണിച്ചു കിടക്കുക. വെറുതെ ഓരോ നൂളിയിട്ട് അവനെ ഉണർത്തണ്ട. പിന്നെ ചേട്ടന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ? നിനക്കെന്താ അറിയേണ്ടത്? എന്നോട് ചോദിക്ക്, വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. ചേട്ടൻ എന്തിനാ നകുലിനെ വീട്ടിൽ കയറി അടിച്ചത്? ഞാൻ അയാളോട് മഞ്ജുവിന് വേണ്ടി സംസാരിക്കാൻ പോയത്. അത് ശരി. നീ എന്തിനാ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ പോന്നേ? അറിയാതെയാണെങ്കിലും ഞാൻ കാരണമല്ലേ ആ കുട്ടിയുടെ കല്യാണം മുടങ്ങിയത്. ആ പ്രായത്തിലൊരു പെൺകുട്ടി ഈ വീട്ടിലും ഇല്ലേ അമ്മേ? ഞാൻ കാരണം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെയും ഭാവി തകർന്നിട്ടില്ല. അങ്ങനൊരു ശാപം എനിക്കോ ഈ കുടുംബത്തിനോ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. ഞാനും മുകുന്ദനും നകുലന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാ പോയത്. പക്ഷെ അവിടെ ചെന്ന് അവന്റെ സംസാരം കേട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. റോഡിൽ വെച്ച് മഞ്ജുവിനെ കണ്ടപ്പോ നകുലന്റെ വീട്ടിൽ നടന്നത് എന്താണെന്ന് ആ കുട്ടിയോട് പറയാന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ആ കൊച്ചു പേടിച്ച് എന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു. അത്രേ നടന്നുള്ളൂ. അല്ലാതെ മഞ്ജു ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ശാലിനി അവളെ തല്ലിയപ്പോ ചേട്ടൻ തടഞ്ഞത്? നിനക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ലേ? ശാലിനി അടിച്ചത് ഒരു പോലീസുകാരിയാ. മഞ്ജു എങ്ങാനും അത് കേസാക്കാൻ തീരുമാനിച്ചാലേ ശാലിനിക്ക് എത്ര വലിയ ശിക്ഷ കിട്ടുന്നെന്ന് നിനക്കറിയോ? അപ്പോ ശാലിനിയോടുള്ള കരുതല് കാരണമാണല്ലേ നീ അവളെ തടഞ്ഞത്? പിന്നല്ലാതെ. അമ്മ ഇവള് പറയുന്ന ഓരോന്നും കേട്ടിട്ട് വെറുതെ പേടിക്കണ്ട. പോലീസുകാർ അച്ഛനോട് ചെയ്തത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ വർഗത്തിൽപ്പെട്ട ഒരുത്തിയുടെ കൂടെയുള്ള ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയില്ലേ? എന്നെ വിഷമിപ്പിക്കുന്നൊന്നും നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. വാ, നമുക്ക് കഴിക്കാം. വാ.
നിക്ക് നിക്ക് നിക്ക്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി അകത്തേക്ക് കയറുന്നത്. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം. ഈ യൂണിഫോം നിന്റെ ദേഹത്ത് കയറിയപ്പോ വല്ല വൈജയന്തിയുടെയോ വാണി വിശ്വനാഥിന്റെയോ ബാധ കയറിയോ? ഗിരിയെ പോലെ ഒരുത്തനുമായി പ്രശ്നം ഉണ്ടാക്കാൻ നിനക്കെന്ത് വട്ടുണ്ടോ? ഇത്രയും കാലം നീ ഒരു പേടിത്തൊണ്ടി ആയതുകൊണ്ട് ആരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകില്ലെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോ അതും പോയി. ഇരുട്ടത്ത് വീടിന് പുറത്തിറങ്ങാൻ പേടിയുള്ള ആളാ ഗിരിയുടെ കണ്ണില് പെപ്പർ സ്പ്രേ അടിച്ചത്. ഞാൻ ഗിരിയായിട്ട് ഒരു പ്രശ്നത്തിനും പോകാൻ ഉദ്ദേശിച്ചതല്ല. അയാൾ എന്റെ നേരെയാ വന്നത്. നകുലനെയും ഫ്രാൻസിസ് സാറിനെയും ഒക്കെ അടിച്ചിട്ടായിരുന്നു അയാളുടെ വരവ്. അതുകൊണ്ട് അയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാ ഞാൻ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത്. എനിക്ക് ആദ്യം കേട്ടിട്ട് വിശ്വാസം വന്നില്ല ചേച്ചി. ചേച്ചി ഗിരിയേട്ടനെ മുട്ടുകുത്തിച്ചെന്നാ നാട്ടുകാർ പറയുന്നത്. ആ വാർത്തയൊന്നും ഗിരി കേക്കണ്ട. ഗിരിക്കല്ലെങ്കിലേ പോലീസുകാരെ തീരെ ഇഷ്ടമില്ല. ഇനി ഈ ദേഷ്യം കൂടി ഗിരി ഈ കുടുംബത്തോടായിരിക്കും തീർക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ചേച്ചി പേടിച്ചപ്പോ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് ഗിരിയേട്ടന് പറഞ്ഞാൽ മനസ്സിലാവും. എടി, ഗിരി ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാ. അവന് പബ്ലിക്കായിട്ടൊരു പോലീസുകാരി കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് മുട്ടുകുത്തിച്ചെന്ന് നാട്ടുകാരറിഞ്ഞാല് അവൻ ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? നാട്ടുകാർക്കിടയിലെ അവനുള്ള പേടിയും ബഹുമാന ഇവള് തകർത്തത്. അതത്ര പെട്ടെന്നൊന്നും ഗിരി മറക്കില്ല. അതെ, നീ വെറുതെ ചിന്തിച്ച് കാട് കയറി ഒന്നും വേണ്ട. ഗിരിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതൊക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ആര് സംസാരിക്കും? നിങ്ങൾ സംസാരിക്കോ? ഞാനും. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഗിരിയോട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഈ നാട്ടിൽ ആരും കിട്ടില്ല. നീ അവനോട് ചെയ്തേന് ഗിരി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ല. ചേച്ചിയോട് സ്നേഹം കാണിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഇവള് സ്വന്തമായി വലിയൊരു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ കൂടെ നിന്ന് അതിന്റെ പണി ഏറ്റുവാങ്ങുന്നതേ മണ്ടത്തര. ചേച്ചി പോലീസ് ജോലിക്ക് പോയതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ. ചേച്ചി ആ ജോലിക്ക് പോകുന്നതേ എന്റെ പഠിപ്പിന് വേണ്ടിയാ. അപ്പൊ ഇത് ചേച്ചിയുടെ മാത്രം പ്രശ്നമല്ല. എന്റെ ചേച്ചിയുടെ ചെലവില് ഈ വീട്ടിൽ കഴിയുന്ന ഓരോരുത്തരുടെയും പ്രശ്നം. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ചേച്ചിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ വേണ്ടത്. അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ കൂടെ നിന്ന് പുറകെ കുത്തുന്ന സ്വഭാവമെങ്കിലും നിർത്തണം. അത് നല്ല കുടുംബത്തിൽ ജനിച്ചവർക്ക് പറഞ്ഞിട്ടുള്ള ശീലമല്ല. എടി, ഇതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. നിന്നെപ്പോലുള്ള പീക്കിരി പിള്ളേരോട് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. നിന്റെ ഭാഗ്യത്തിനെ ഞങ്ങൾക്കൊരു കല്യാണം കൂടാൻ പോണം. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിർത്തി പൊരിച്ചേനെ. മോള് പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഇവളുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് ഞാനില്ല. അല്ലെങ്കിലേ കല്യാണത്തിന് കൂടിയ എല്ലാവരും ഇവളെയും ഗിരിയെയും കുറിച്ചായിരിക്കും സംസാരിക്കുക. ഇനി ഇവളെയും കൂടെ എഴുന്നള്ളിച്ചോണ്ട് പോകേണ്ട കുറവും കൂടെ ഉള്ളൂ. നീ വരുന്നുണ്ടെങ്കിൽ വേഗം ഒരുങ്ങി വാ. ചേച്ചിക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് എനിക്ക് പോണ്ട. എന്നാ ചേച്ചിനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞങ്ങള് പോവാ. നിങ്ങൾ വാ മനുഷ്യ. വരുന്നത് മോളെ, ഇവള് പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട. മോളാകെ പേടിച്ചിരിക്കുക. നീ വേണോ അവക്ക് ധൈര്യം കൊടുക്കാൻ? നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യ? വരിക. പോട്ടെ മോളെ. ചേച്ചി ചായ. ചേച്ചി അമ്മായി പറയുന്നൊന്നും കാര്യാക്കണ്ട. നീ എന്താ കല്യാണത്തിന് പോവാതിരുന്നേ? ഞാൻ ആ കല്യാണത്തിൽ നിന്ന് മുങ്ങാനൊരു കാരണം തപ്പി നടക്കായിരുന്നു. വെറുതെ കുറെ ആളുകൾ കൂടിയിരുന്ന് പരിദൂഷണം പറയുന്ന സ്ഥലം അത്. അമ്മായിക്കിത് സെറ്റാവും, എനിക്ക് തീരെ പറ്റില്ല. ആ അതൊക്കെ പോട്ടെ. ചേച്ചി ഗിരിയേട്ടനെ മുട്ടുകുത്തിച്ച കഥ പറ. കോച്ചിങ് ക്ലാസ്സിലുള്ളവര് പറയുന്ന കേട്ടപ്പോ എനിക്ക് രോമാഞ്ചം വന്നുപോയി. എന്റെ ചേച്ചി ഇത്രയും ധൈര്യം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയതാ. കല്യാണം മുടങ്ങിയതിന് അയാൾ എന്നോട് സോറി പറയാൻ വന്നതാ. ഗിരിയുടെ വരവ് കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. ആ പേടിയിൽ അറിയാതെ പെപ്പർ സ്പ്രേ എടുത്ത് ഉപയോഗിച്ചു പോയി.
അത്രേ ഉള്ളൂ. അല്ലാതെ അയാളെ ഞാൻ മുട്ടുകുത്തിച്ചിട്ടൊന്നുമില്ല. അത് സംഭവിച്ച ഉടനെ ഞാൻ ഗിരിയോട് സോറി പറയുകയും ചെയ്തു. എന്തായാലും ഗിരിയേട്ടനോട് സോറി പറഞ്ഞല്ലേ, ചേച്ചിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഗിരിയേട്ടന് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. ഗിരിയേട്ടന് വേറെ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ? ഏയ്, കുറച്ചു നേരം കണ്ണിരിഞ്ഞ ശേഷം എല്ലാം ഓക്കെ ആവുന്ന അരവിന്ദാക്ഷൻ സാറ് പറഞ്ഞത്.